കുറച്ചായിട്ടുണ്ട് പൂച്ചെടികളൊക്കെ ഒന്ന് കെയർ ചെയ്തിട്ട്. എസ്പെഷ്യലി നമ്മുടെ റോസ് മഴയൊക്കെ അത്യാവശ്യം കുറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് തൊട്ട് റോസിന്റെ കെയർ സ്റ്റാർട്ട് ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ കാരണം ഇതുപോലെയുള്ള കുരുപ്പൊക്കെ റോസിനുണ്ട്. വെയിൽ അത്യാവശ്യം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇൻസെക്റ്റിന്റെയും പെസ്റ്റിന്റെയും അറ്റാക്ക് ഇനി മുതൽ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഒരു പെസ്റ്റിസൈഡ് വേണം. സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഇതുപോലെയുള്ള പ്രൂണിങ്ങും മസ്റ്റ് ആണ്. നമ്മുടെ പോട്ടൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആണോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. അത്യാവശ്യം കുരുപ്പൊക്കെ വന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മുടെ ചെടികൾ നിൽക്കുന്നതെങ്കിൽ പെട്ടെന്ന് പോയി ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ ഒന്ന് കൊടുത്താൽ മതി കേട്ടോ. ഇത് വളരെ ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള മുട്ടത്തോടും ചാരവുമാണ് കേട്ടോ. ഒരു ചെറിയൊരു പെസ്റ്റിസൈഡും ആണ്, അതുപോലെ തന്നെ ഫെർട്ടിലൈസറും ആണ്. അപ്ലൈ ചെയ്തതിന് ശേഷം അധികം ഒച്ചിനെയൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. മാത്രമല്ല ചാരവും മുട്ടത്തോടും ഈക്വൽ ആയിട്ടാണ് എടുത്തേക്കുന്നത്. റോസിന് മാത്രമല്ല ഏതൊരു ചെടിയുടെ മൂട്ടിലായാലും ഇലകളിലായാലും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ലിക്വിഡ് ആയിട്ട് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. ചാരം കുറച്ച് എഫക്റ്റീവ് ആയതുകൊണ്ട് റൂട്ടിൽ തട്ടാതെ നോക്കണം. അപ്ലൈ ചെയ്തതിന് ശേഷം വെള്ളം മസ്റ്റായിട്ട് കൊടുക്കേണ്ടതാണ്. ഇതാണ് ഞാൻ ഫസ്റ്റ് കൊടുത്തേക്കുന്നത്.